നമസ്കാരം. ഈ വർഷം ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഏകപക്ഷീയമായി ഇറാനിലേക്ക് തുടങ്ങിവെച്ച യുദ്ധത്തിൻ്റെ കെടുതികൾ ഇന്ന് ലോകം മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇറാൻ ശക്തമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരു മയവുമില്ലാത്ത രീതിയിൽ പ്രഹരിക്കുക, അതിലൂടെ യുദ്ധവിജയം കരസ്ഥമാക്കുക എന്നതാണ് ഇറാൻ്റെ ഏറ്റവും പുതിയ തീരുമാനം. അതായത് ഇത്രയും നാൾ അമേരിക്ക അടിച്ചാൽ മാത്രം തിരിച്ചടിക്കുക, അല്ലെങ്കിൽ അമേരിക്ക നടത്തുന്ന ഓരോ ആക്രമണങ്ങൾക്കും പകരം ചോദിക്കുക എന്നതിൽ നിന്ന് മാറി അയത്തുള്ള അലി ഖാംനെയി എന്ന പരമോന്നത നേതാവിൻ്റെ രക്തസാക്ഷിത്വത്തിന് പകരം വീട്ടുമെന്ന മുജ്തബ ഖാംനെയിയുടെ പുതിയ പ്രസ്താവന, ആ പ്രസ്താവന അല്ലെങ്കിൽ വെല്ലുവിളി അത് ഏറ്റെടുക്കുന്ന വിധത്തിലേക്ക് കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണങ്ങൾ ഉണ്ടായി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്ന് മാത്രമല്ല, ഖെഷം ദ്വീപ് ആക്രമിച്ച അമേരിക്കൻ സൈന്യത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് പറഞ്ഞ് ഒരു യുദ്ധം ഇനി അവസാനിക്കാത്ത രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ബഗേർ ഗാലിബ് രംഗത്തെത്തിയിരിക്കുന്നു. അതായത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇനിയില്ല. ഏതെങ്കിലും വിധത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. ഇനി ഇറാന്റെ നയം എന്ന് പറയുന്നത്, ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമപ്രധാനമായി അമേരിക്കൻ താവളങ്ങൾ തകർക്കുക, അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, ഒപ്പം തങ്ങളുടെ പ്രതികാരം നിർവഹിക്കുക എന്നുള്ളതാണ്. ഈ പ്രതികാരം നിർവഹിക്കുക അല്ലെങ്കിൽ പ്രതികാരം ഏറ്റവും പ്രധാനമായി കാണുക എന്ന് പറയുമ്പോൾ അത് ഏത് വിധത്തിലുള്ളതൊക്കെ ആയിരിക്കും എന്നത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ട്രംപിനെയും നെതന്യാഹുവിനെയും ആക്രമിക്കാൻ ഇറാൻ മുതിരുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുജ്തബ ഖാംനെയി, അതായത് അതിന് തൊട്ടു മുമ്പുള്ള പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനെയുടെ മകൻ, അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം, അതായത് ആയത്തുള്ള ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ലോകത്തിന് മുന്നിൽ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ നേതാവിൻ്റെ രക്തസാക്ഷിത്വത്തിന്, എൻ്റെ പിതാവിൻ്റെ രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കും, അതിനുവേണ്ടിയാണ് ഇന്ന് ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതായിരുന്നു. സമാനമായ സമയത്ത്, ഏതാണ്ട് അതേ സമയത്ത് ഇസ്രായേൽ ഇൻ്റലിജൻസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു എന്ന നിർണായക റിപ്പോർട്ടും പുറത്തുവിട്ടിരുന്നു. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഇറാന്റെ പ്രതികാരം തുടങ്ങിയെന്നും ആ പ്രതികാര നടപടികൾ ട്രംപിലേക്കും നെതന്യാഹുവിലേക്കും മറ്റ് 13 ഉന്നതരിലേക്കും എത്തുമെന്നും ഒക്കെയുള്ള ചർച്ചകൾ സജീവമായിരുന്നു. ഒരു പക്ഷേ അതിനുശേഷമാണ് ട്രംപ് ഒരു ഘട്ടത്തിൽ അതിതീവ്രമായ ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടത്തുകയും അതെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കടന്നാക്രമിച്ച് ഇറാനെ വീഴ്ത്താം എന്ന നയം അത് ശരിയല്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത്, അത് വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഒടുവിൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 4 ദിവസം വെടിനിർത്തലിലേക്ക് പോവുകയും, എന്നാൽ ഇറാൻ അത് അംഗീകരിക്കുകയില്ല, നിങ്ങൾ വെടിനിർത്തണമെങ്കിൽ നിർത്തിക്കോളൂ, ഞങ്ങൾ ഞങ്ങളുടെ പ്രഹരം തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ജോർദാനിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയപ്പോഴാണ് ട്രംപ് വീണ്ടും ഗതികെട്ട് യുദ്ധത്തിനിറങ്ങിയത്. അതായത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടാണെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ച് ആയുധപ്പുരകൾ നിറയ്ക്കാനുള്ളൊരു സമയം വേണമെന്ന നിലയിലേക്ക് ട്രംപ് ദയനീയമായി എത്തുന്ന സാഹചര്യമുണ്ട്. ഒപ്പം അമേരിക്കയിൽ ട്രംപിനെതിരെ വലിയ തോതിൽ പ്രതിഷേധമുയരുന്നു, അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില ഉയരുന്നു, പലപ്പോഴും അമേരിക്കയ്ക്ക് അത് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വാണിജ്യ മേഖല സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് ഹോർമൂസ് അടഞ്ഞുകിടക്കുന്നു. ഹോർമൂസിൽ വീണ്ടും വീണ്ടും കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇപ്പോൾ ചെങ്കടലിൽ സൗദി ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുടെ, സൗദി, ഇസ്രായേൽ, അമേരിക്ക ബന്ധമുള്ള കപ്പലുകൾ തടയും, അല്ലെങ്കിൽ ആ കപ്പലുകളെ കടത്തിവിടില്ല എന്ന് ഇറാനും പറയുന്നു. അങ്ങനെ ഗൾഫ് മേഖലയിൽ ഒന്നാകെ വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായ എണ്ണ വിൽക്കാൻ കഴിയാത്ത ഗുരുതരമായ അവസ്ഥയിലേക്ക് അമേരിക്കയും ഇസ്രായേലിലും കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കുക, ഇപ്പോൾ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് അത് ഗൾഫ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് മാത്രമാണ്. അമേരിക്കയുടെ ഭൂമിക്കുള്ളിലേക്ക് ഒരു ആക്രമണവും നടക്കുന്നില്ല. ഇസ്രായേൽ ഈ യുദ്ധത്തിൽ നിന്ന് പേടിച്ചു മാറി നിൽക്കുന്നതിനാൽ ഇസ്രായേലിലേക്കും ഇറാൻ ആക്രമിക്കുന്നില്ല. മറിച്ച് ഇപ്പോൾ ആക്രമണങ്ങൾ നടക്കുന്നത് മുഴുവൻ ഗൾഫ് മേഖലയിലേക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരുപാട് പ്രതിസന്ധികൾ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയുടെ പുതിയൊരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ സൈനിക താവളങ്ങൾ അമേരിക്കൻ പോർവിമാനങ്ങൾക്ക് കൊടുത്താൽ
ശക്തമായ തിരിച്ചടി ഉണ്ടാകും ഇറാന്റെ ഭാഗത്ത് നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്നാണ് അബ്ബാസ് അറാഗ്ചിയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഇത്തരം നിരവധി പോർവിമാനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറാന് നേരെ ആക്രമണത്തിനായി തയ്യാറെടുക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ഇറാന് വന്നതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളെ വെല്ലുവിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ യുദ്ധത്തെ ഒരു മഹായുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് എപ്പോഴും ട്രംപ് ശ്രമിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും ഹോർമൂസിൽ തന്നെയാണ്. ഹോർമൂസ് ഒരിക്കലും പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന്, അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് വ്യക്തമായി അമേരിക്കയ്ക്ക് അറിയാം. വലിയ സൈനിക നടപടികൾ അവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇറാന്റെ ആ ഒരു വലയം ഭേദിച്ചുകൊണ്ട് ഹോർമൂസിനെ സ്വന്തമാക്കി, അല്ലെങ്കിൽ ഹോർമൂസിൽ ഒരു ഇടപെടൽ നടത്തി അതുവഴി സ്വതന്ത്രമായി കപ്പലുകൾ കൊണ്ടുപോകാൻ കഴിയൂ എന്ന് അമേരിക്കയ്ക്ക് ഇതോടകം ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള മറ്റ് നാറ്റോ രാജ്യങ്ങളുടെ അടക്കം സഹായം തേടിക്കൊണ്ട് ഒരു വലിയ ഓപ്പറേഷനിലേക്ക് അമേരിക്ക പോകാനുള്ള സാധ്യത അവിടെ തന്നെ നിലനിന്നിരുന്നു. പക്ഷേ ഒരു തവണ നാറ്റോ രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ കപ്പലുകളുമൊക്കെയായി ഒരു സംയുക്ത നാവിക നീക്കത്തിന് അമേരിക്ക തയ്യാറെടുക്കുകയും ഏതാണ്ട് 20ഓളം പടക്കപ്പലുകൾ ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ശ്രമം വിഫലമായത് ഇറാന്റെ ഒരൊറ്റ ഭീഷണിയിലാണ്. വരുന്നൊരു കപ്പലുകളും ബാക്കിയുണ്ടാകില്ല, ഒറ്റ സൈനികനും ബാക്കിയുണ്ടാകില്ല, ഒരാളും ഇവിടെ നിന്ന് ജീവനോടെ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ അവിടെ വലിയ സന്നാഹങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഈ നാറ്റോ ചേരിക്ക്, നാറ്റോ സഖ്യത്തിന് പേടിച്ച് പിന്മാറേണ്ടി വന്നു. അതിനുശേഷം പിന്നെ അമേരിക്ക പലതവണ ഈ ഹോർമൂസ് കടലിടുക്കിന് മേലെ ഒരു വലിയ ക്ലെയിം ഉന്നയിച്ചെങ്കിലും അതൊന്നും വിട്ടു നൽകാനായിട്ട് ഇറാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആത്യന്തികമായി ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ അമേരിക്ക തയ്യാറെടുക്കും എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക അവരുടെ പോർവിമാനങ്ങൾ കൊണ്ടുവന്നിട്ട് പല ഭാഗങ്ങളിൽ നിന്ന്, സൗദിയുടെ അടക്കം സഹായത്തോടു കൂടി പല ഭാഗങ്ങളിൽ നിന്ന് ഹോർമൂസിലും ഇറാന്റെ കേന്ദ്രങ്ങളായ യമനിലും അതുപോലെ ഇറാഖിലും ഒക്കെ ഒരു സംയുക്ത ഓപ്പറേഷൻ നടത്താൻ പോകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ആണെങ്കിൽ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ തേടുന്നു, റഷ്യയും ചൈനയും സഹായിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. ചൈനയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം വരുന്നു. ഇതിനിടയിൽ വളരെയധികം ദുരൂഹ സാഹചര്യത്തിൽ ഇന്നലെ കുവൈറ്റിലെ ചൈനീസ് കേന്ദ്രത്തിലേക്ക്, ഒരു ചൈനീസ് കെട്ടിടത്തിലേക്ക് ഇറാൻ ആക്രമിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നു. ചൈന അതിൽ പ്രതിഷേധം അറിയിക്കുന്നു. ഇറാനെയും ചൈനയെയും തമ്മിൽ തെറ്റിക്കാനുള്ള ചില നീക്കങ്ങൾ ഇതിനിടയിൽ നടക്കുന്നു എന്ന ദുരൂഹമായ സന്ദേശം വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് മൊസാദിൻ്റെ ചാരന്മാരെന്ന് സംശയിക്കുന്ന കുർദിഷ് സേനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കുറച്ച് ഭീകരവാദികളെ തങ്ങൾ പിടിച്ചു എന്ന് ഇറാൻ പറയുന്നതായി ദേശീയ മാധ്യമങ്ങൾ, നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ ഈ മേഖലയിൽ എന്തോ ഒരു വലിയ നീക്കത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു. അത് നേരിട്ടുള്ള യുദ്ധവും അല്ലാതെ പിന്നിൽ നിന്നുള്ള കുത്തും അടക്കം നിരവധി കാര്യങ്ങൾ അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട് എന്നും അതനുസരിച്ച് അമേരിക്ക മുന്നോട്ട് പോകുന്നുണ്ട് എന്നും ഒക്കെ തെളിയിക്കുന്ന പല 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 വാർത്തകളും വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്നതിനിടയിലാണ് ഏതറ്റം വരെയും പോകാൻ ഒരു മടിയുമില്ല എന്ന തെളിവുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ശക്തമായ ഭീഷണിയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നോക്കുക, അബ്ബാസ് അറാഗ്ചി പറയുന്ന മറ്റു ചില കാര്യങ്ങൾ. ഒരു കാരണവശാലും അമേരിക്കയെ സഹായിക്കരുത് എന്ന കർശന നിർദ്ദേശമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കും കൂടി ചേർന്ന് നൽകപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ വിമാനങ്ങൾ ഇറാന് നേരെ പാഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിന്നാണെങ്കിൽ ആ കേന്ദ്രങ്ങളും ഞങ്ങൾ തകർക്കുമെന്ന് ഇറാൻ പറയണം. അത്രയും വലിയ കോൺഫിഡൻസിലാണ് ഇറാൻ. അപ്പോൾ ഇറാന് അതനുസരിച്ച് ആയുധങ്ങൾ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇറാന്റെ ആയുധപ്പുരകൾ നിറയുന്ന വിധത്തിലേക്കുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ തദ്ദേശീയമായി കൂടുതൽ മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ രഹസ്യ അറകളിൽ, മിസൈൽ സിറ്റികളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മിസൈലുകൾ കൂട്ടത്തോടെ പുറത്തെത്തിക്കുന്നതായിരിക്കാം. എന്തു തന്നെയായാലും ഇറാൻ അനുകൂലമായൊരു കളം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇറാന് ശക്തമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഓരോ ദിവസവും വിവരങ്ങൾ പുറത്തു വരുന്നത്. നോക്കുക, ചെങ്കടലിൽ സൂയസ് കനാലിൻ്റെ സമീപത്ത് ഈജിപ്ഷ്യൻ വാതക ടാങ്കുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന വാർത്തയും ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട്. സൗദിയിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പോകുന്ന എണ്ണപ്പാതകൾക്ക് ഭീഷണി തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എണ്ണവില ആഗോളതലത്തിൽ അതുകൊണ്ട് തന്നെ എത്രയും വേഗം കൂടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ആ വിധത്തിലൊക്കെയുള്ള നിരവധി നിർണായകമായ പ്രത്യാക്രമണങ്ങൾ പശ്ചിമേഷ്യയിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഈ യുദ്ധം ഇനിയും രൂക്ഷമാകാൻ, ഇനിയും ശക്തമാകാനുള്ള സാധ്യതകളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഇപ്പോഴത്തെ നിലപാട്, അതായത് ഏതറ്റം വരെയും പോയി പ്രതികാരം ചെയ്യും, ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല, മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം അവസാനിക്കുന്നു എന്ന നിലയിൽ റഷ്യയും ചൈനയും ഒക്കെ പരസ്യമായി തന്നെ കൂട്ടുപിടിക്കുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചാണ് എന്ന സന്ദേശം നൽകുന്ന വിധത്തിലേക്ക് ഹൂത്തികൾ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളെ സജീവമാക്കി ഇറക്കിക്കൊണ്ട് വീണ്ടും യുദ്ധം സജീവമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ എണ്ണവില കൂടുന്നതടക്കം പശ്ചിമേഷ്യയിൽ ആശങ്കപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും പരമപ്രധാനമായി ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഒരു തന്ത്രങ്ങളും ഇവിടെ വിലപ്പോകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഇറാൻ്റെ ഈ ഭയരഹിതമായ നീക്കങ്ങൾ കാണേണ്ടത് എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.